ഒരുപാട് നാളായിട്ട് കുറേ പേര് പറഞ്ഞൊരു കാര്യമാണ് ഇതേ കണക്കുണ്ടെങ്കിൽ ഈ അനുമോള് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ലക്ഷ്മി മാത്രമേ ഉള്ളൂ അനുമോളെ സപ്പോർട്ട് ചെയ്തത്. ബാക്കി എല്ലാവരും ഉണ്ടെങ്കിൽ ഇതേ കണക്ക് അനുമോളെ പറ്റി കുറ്റം പറയുക. അതോടെ തന്നെ ഉണ്ടെങ്കിൽ PR കാരണം തൻ്റെ ജീവിതം നശിച്ചെന്നുള്ള രീതിയിൽ ഒരുപാട് പേര് പറയുന്നുണ്ട്. ആ കൂട്ടത്തിലുണ്ടെങ്കിൽ ലക്ഷ്മി ഇല്ലെന്ന് ഒരുപാട് പേര് ഇത് കണക്ക് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ ഇത് കണക്ക് ലക്ഷ്മി പിന്നെയും മലക്കം പറഞ്ഞ് അനുമോളെ പറ്റി പറയുന്നുണ്ട്. ഇത് കണക്ക് PR കൊണ്ടും അതോടെ തന്നെ അഭിനയിച്ചുമാണ് ജയിച്ചത്, അതല്ലാതെ ഉണ്ടെങ്കിൽ അനുമോൾ ജയിക്കത്തില്ലെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ലക്ഷ്മിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ആദ്യമേയൊക്കെ ആൾക്കാർ വിചാരിച്ചു ഭയങ്കര ഒരു സ്റ്റാൻഡുള്ള ഒരാളാണ്, ഒരിടത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കും എന്നുള്ള രീതിയിലായിരുന്നു ഒരുപാട് പേര് വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ലെന്ന് പിന്നെ നമുക്ക് മനസ്സിലായി. ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ അത് മാറ്റി പറയുക, അതിനുശേഷം ഉണ്ടെങ്കിൽ പിന്നെ വേറൊരു കാര്യം പറയുകയും ചെയ്യുന്നത് ലക്ഷ്മിയുടെ ഒരു സ്വഭാവമാണ്. ഇത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കാണ് മനസ്സിലായത് ഇത് കണക്ക് അനുമോക്കാണ് ഭയങ്കര സപ്പോർട്ടെന്ന്. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ ഉണ്ടെങ്കിൽ അനുമോൾ ജയിച്ചപ്പോൾ അനുമോക്ക് ഭയങ്കര സപ്പോർട്ട് പോലെ കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഉണ്ടെങ്കിൽ അനീഷിനാണ് ഭയങ്കര സപ്പോർട്ട്. സോ ഇത് കണ്ടപ്പോഴത്തേക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ അനീഷിനെ സപ്പോർട്ട് ചെയ്താണ് ഇത് കണക്ക് ലക്ഷ്മി പറയുന്നത്. എന്തായിരുന്നാലും ശരി, പല സമയത്തുണ്ടെങ്കിൽ പല രീതിയിലുള്ളൊരു സംസാരമാണ് ഇത് കണക്ക് ലക്ഷ്മി പറയുന്നത്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.